ഭക്തലക്ഷ്മി പരീവാഹ ചലൻ മീനാഭലോചന എന്നുള്ള മന്ത്രത്തിൻ്റെ അർത്ഥമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചലൻ മീനാഭലോചന, ചലിക്കുന്ന കണ്ണുകളോട് കൂടിയവൾ, ചലിക്കുന്ന കടാക്ഷത്തോടു കൂടിയവൾ എന്നുള്ള അർത്ഥഗംഭീരമുള്ള ഒരു വാക്കാണ് അവിടെ വശന്യാദി വാഗ്ദേവികൾ പ്രയോഗിച്ചിട്ടുള്ളത്. ഉന്മേഷം നിമിഷം എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ്. അനിമേഷന്മാരെന്ന് ദേവന്മാരെ നമ്മൾ വിളിക്കുന്നു. അവരുടെ കണ്ണുകൾ അടയ്ക്കാറേ ഇല്ല എന്ന് പറയാറുണ്ട്. ദേവിയുടെയും മീനാക്ഷി കണ്ണേ അടയ്ക്കാറില്ല. സർവോപകാരകരനായ സദാ ആർദ്രചിത്ത, മറ്റുള്ളവരെ എല്ലാവർക്കും ഉപകരിക്കുവാൻ വേണ്ടി, മറ്റുള്ളവരുടെ ദുഃഖത്തെ ശമിപ്പിക്കുവാൻ വേണ്ടി ആർദ്രചിത്തയായ മീനാക്ഷി എപ്പോഴും കണ്ണ് തുറന്നിരിക്കുന്നു എന്ന് വർണ്ണിക്കാറുണ്ട്. ശങ്കരാചാര്യസ്വാമികളും അതേപോലത്തെ ഒരു വർണ്ണന പറയുന്നു. നിമേഷ ഉന്മേഷാഭ്യാം പ്രളയം ഉദയം യാതി ജഗതി തവേത്യാഹുസ്സന്തോ ധരണിധര രാജന്യതനയെ ത്വദുന്മേഷാജാതം ജഗതിദം അശേഷം പ്രളയത പരിത്രാതും ശങ്കേ പരിഹൃത നിമേഷാസ്തവദൃശ എന്നാണ് ആ ശ്ലോകം. പരിഹൃത നിമേഷാഹ തവദൃശ. അമ്മ കണ്ണേ അടയ്ക്കാറില്ലല്ലോ. പരിത്രാതും ശങ്കേ, അത് മറ്റുള്ളവരെ സംരക്ഷിക്കാനാണെന്ന് ഞാൻ ശങ്കിക്കുന്നു. എന്താച്ചാൽ ഈ അഖണ്ഡമായ ഭൂമിയിൽ കവികളൊക്കെ പറയുന്നു, പ്രളയം ഉദയം യാതി ജഗതി, നിമേഷോന്മേഷാഭ്യാം പ്രളയം ഉദയം യാതി ജഗതി. അമ്മ കണ്ണടച്ചാൽ പ്രളയം, കണ്ണ് തുറന്നാൽ സൃഷ്ടി എന്ന് കവികളൊക്കെ വർണ്ണിക്കുന്നു. തവേത്യാഹുസന്തോ ധരണിധര രാജന്യതനയെ. ഹിമവാൻ പണ്ട് വലിയ തപസ് ചെയ്തു അത്രേ. ഹിമവാന് സാക്ഷാത് പരമേശ്വരി തൻ്റെ മകളായിട്ട് ജനിക്കണം എന്ന് ഒരു ആഗ്രഹം. ഹിമവാൻ ജഡവസ്തുവാണ്. എങ്കിലും ജഡവസ്തുക്കളിലും ചൈതന്യ വസ്തുക്കളിലും ഒക്കെ കുടികൊള്ളുന്ന ചേതനാരൂപിയായ ദേവി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടി മേന എന്ന് പറയുന്ന അയോനിജയായിട്ട് പാർവതിയായിട്ട് ജനിച്ചു. ധരണിധര രാജ തന്നെയെ ഹേ ഹിമവത് പുത്രി എന്ന് വെച്ചാൽ ചൈതന്യ വസ്തുക്കളിലും അചേതനമായ ജഡവസ്തുക്കളിലുമൊക്കെ ദേവി വിളങ്ങുന്നു. അല്ലയോ ദേവി, ദേവി കണ്ണടച്ചാൽ പ്രളയമുണ്ടാകുന്നു, ദേവി കണ്ണു തുറന്നാൽ സൃഷ്ടി ഉണ്ടാകുന്നു. ഇങ്ങനെ സൃഷ്ടിയും പ്രളയവും ദേവിയുടെ ദൃഷ്ടി കൊണ്ടുണ്ടാകുന്നു. ഇതിനെ നമ്മൾ സൃഷ്ടിദൃഷ്ടിവാദം എന്നൊക്കെ വേദാന്തത്തിൽ പറയും. നമ്മൾ കണ്ണടച്ചാൽ നമുക്ക് പ്രപഞ്ചം നമുക്ക് അജ്ഞാതമാണ്, കണ്ണ് തുറക്കുമ്പോഴാണ് പ്രപഞ്ച അനുഭവം നമുക്കുണ്ടാകുന്നത്. ഇന്ദ്രിയാതീതമായ ഒരു മനോഭാവത്തിൽ, ഇന്ദ്രിയാതീതമായ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ പ്രപഞ്ചാനുഭവം ഉണ്ടാകുന്നില്ല എന്ന് സൃഷ്ടിദൃഷ്ടിവാദം എന്ന് നമ്മളതിനെ പറയും. അത് നമ്മളോട് പൊരുത്തപ്പെടുത്തുമ്പോൾ അതത്ര സുഖമായിട്ട് തോന്നില്ല. പക്ഷെ ദേവിയോടാണ് ഇതിനെ യോജിപ്പിക്കുന്നത് ശങ്കരാചാര്യസ്വാമികൾ. ഇതിനെ തന്നെ ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലി, ഉന്മേഷം കൊണ്ട് ഉത്പന്നമാവുകയും നിമേഷം കൊണ്ട് വിപന്നമാവുകയും ചെയ്യുന്ന ഭുവനത്തോടു കൂടിയവൾ. കണ്ണ് തുറന്നിരുന്നാൽ സൃഷ്ടി, കണ്ണടയ്ക്കുമ്പോൾ പ്രളയം എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് ദേവി കണ്ണടയ്ക്കുന്നേ ഇല്ല അത്രേ. എന്താ വെച്ചാൽ കണ്ണടച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങളൊക്കെ നശിച്ചു പോകും എന്നുള്ള കാരുണ്യാതിരേകം കൊണ്ട് ദേവി കണ്ണടയ്ക്കാതെ പരിഹൃത നിമേഷാസ്തവദൃശ, കണ്ണേ അടയ്ക്കാതെ എപ്പോഴും സദാ തുറന്നിരിക്കുന്നു. മീനാഭലോചന, മീനങ്ങളെപ്പോലെ കണ്ണടയ്ക്കാത്തവളായിട്ട് വിളങ്ങുന്നു എന്ന് ശങ്കരാചാര്യസ്വാമികൾ അതിശയത്തോടു കൂടി വർണ്ണിക്കുന്നു. ഇവിടെ കടാക്ഷത്തിൻ്റെ വർണ്ണനയാണ് തുടരുന്നത്. ദൃശ ദ്രാഘീയസ്യ ദരദളിത നീലോത്പലരുച ദവീയാംസം ദീനം സ്നപയ കൃപയാ മാമപി ശിവേ അനേന ആയം ധന്യോ ഭവതി നചത്തെ ഹാനിര്യത വനേവ ഹർമ്യേവ സമകര നിപാതോ ഹിമകര എന്നുള്ളതാണ് സൗന്ദര്യലഹരിയിലത്തെ അടുത്ത ശ്ലോകം. ദേവിയുടെ ദൃഷ്ടി ദ്രാഘീയസ്യ അത്രേ, ഏറ്റവും വലുത് എന്നുള്ള ഒരു വിശേഷണമാണത്. എല്ലായിടത്തും ദേവിയുടെ നോട്ടം എത്താത്ത ഒരു വസ്തു ഈ പ്രപഞ്ചത്തിൽ ഇല്ല.
ഓരോ പുല്ലിലും പുഴുവിലും ബ്രഹ്മാവ് പര്യന്തം ദേവിയുടെ ദൃഷ്ടി പതിക്കുന്നു, ദേവിയുടെ ദൃഷ്ടി ചലിക്കുന്നു, കാണുന്നു. ഓരോന്നിൻ്റെയും ഗുണങ്ങളെ അത് കാണുന്നു, ഓരോന്നിനെയും തൻ്റെ സ്വന്തമായിട്ട് കണക്കാക്കുന്നു. ദളിത നീലോത്പല രുച, ശകലം വിടർന്ന് ഒരു താമരപ്പൂവിനെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ദേവി നമ്മളെ നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്നു. ദളിത നീലോത്പല രുച, അതിൻ്റെ രുചിയോട്, അതിൻ്റെ പ്രഭയോടുകൂടി തുല്യമായ ചെന്താമരപ്പൂവിനെ കാണുന്നത് പോലത്തെ അതിൻ്റെ ശോഭയോടുകൂടി വിളങ്ങുന്ന ദേവിയുടെ കണ്ണുകൾ. ദവീയാംസം ദീനം, ദേവി പ്രപഞ്ചവ്യാപ്ത ശക്തിയാണ്. ഞാനാണെങ്കിലോ ദവീയാംസം, ഏറ്റവും ദീനൻ, ഹീനൻ, ദുർബലൻ, ഭക്തിഹീനൻ, കർമ്മഹീനൻ, ശക്തൻ, പാവി എന്നൊക്കെ. ദവീയാംസം, ദീനം, ഒരു കഴിവുമില്ലാത്തവൻ, തപസ്സില്ലാത്തവൻ എന്നൊക്കെ ഒരു ഭക്തൻ്റെ സ്ഥാനത്ത് തന്നെ നിർത്തിക്കൊണ്ട് ശങ്കരാചാര്യസ്വാമികൾ പറയും. ദവീയാംസം ദീനം സ്നപയ കൃപയ മാമപി ശിവേ. എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കുന്നുണ്ടല്ലോ, ഒരു വ്യത്യാസവും നോക്കാതെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ദീനനായ എന്നെയും മാമപി എന്നാണ്, എന്നെയും കൂടി ആരെയും അമ്മ ഒഴിവാക്കുന്നില്ല, എന്നെയും അമ്മ ഒഴിവാക്കരുത്. മാമപി, അമ്മയുടെ കടാക്ഷം കൊണ്ട് എന്നെ കുളിപ്പിച്ചാലും. സ്നപയ എന്നാണ്, അതിന് വല്ലപ്പോഴും ഒരു നോട്ടം നോക്കിയാൽ പോരാ, നന്നായിട്ട് എന്നെ കുളിപ്പിക്കണം ആ നോട്ടം കൊണ്ട്. അനേനായം ധന്യോ ഭവതി, ഇതുകൊണ്ട് ഞാൻ കൃതാർത്ഥനാവും, എനിക്ക് ജന്മസാഫല്യം ഉണ്ടാകും. നച്ചത്തെ ഹാനിരിയത, അമ്മയ്ക്കാണെങ്കിൽ അതുകൊണ്ട് ഒരു കുറവും ഉണ്ടാകുന്നില്ല. ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ കേശാദിപാദാന്ത വർണ്ണന എന്നുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവിയുടെ ഓരോ അംഗങ്ങളും അത് പ്രതിനിധാനം ചെയ്യുന്ന തത്വങ്ങളുമാണ് ഇതിൽ നമ്മൾ പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം.